എന്നാൽ നമുക്ക് താഴോട്ട് പോകാം. കയറി വന്നത് എനിക്ക് എളുപ്പമല്ല, ശ്രദ്ധിച്ചിറങ്ങി വരണം. ഓ മൈ ഗോഡ്, തന്നെ അടിച്ച് വീണു ഗൈസ്. ബട്ട് ഈ കമ്പി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നോക്കി ഇറങ്ങിയില്ല. നല്ല പോലെ തന്നെ അടിച്ച് വീഴും. നല്ല പോലെ റിസ്കി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ പ്ലാനി സ്റ്റോൺ ഒക്കെ കണ്ട് താഴോട്ട് ഇറങ്ങുമ്പോഴും കാസ്റ്റിലെ ഓരോ റൂംസ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. അവിടെ ഫാമിലി റൂം ഉണ്ടായിരുന്നു, യങ് ലേഡീസ് റൂം, ഗാർഡ് റൂം. അപ്പോഴാണ് എൻ്റെ കാഴ്ചയിൽപ്പെട്ടത് മർഡർ ഹോള്. മർഡർ ഹോള് അവർ യൂസ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്നോ, ഒരു വലിയ സ്ലാവ് വെച്ചിട്ടുണ്ടാകും ആ ഹാളിൻ്റെ മുകളിലായിട്ട്. പെട്ടെന്ന് നീക്കം ചെയ്യുമ്പോൾ കുറ്റവാളികളെ കാത്തിരിക്കുന്നത് അൺഡിസൈറബിൾ ആയിട്ടുള്ള അറ്റാക്കായിരിക്കും. നമ്മൾ പണ്ട് കഥപുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള പോലെ അവരൊന്നെങ്കിൽ ചെന്ന് വീഴുന്നത് തീച്ചൂഴയിലേക്കോ അല്ലെങ്കിൽ ഉരുകിയ ചാറിലേക്കോ അതും അല്ലെങ്കിൽ കുന്തത്തിൻ്റെ മുകളിലേക്കോ ഒക്കെ ആയിരിക്കും വീഴുന്നത്. അങ്ങനെയായിരുന്നു ഇവർ ആൾക്കാരെ കൊന്നിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ മർഡർ ഹോൾ അവിടെ യൂസ് ചെയ്തിരുന്നതെന്നാണ് അവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. എനിവേ ഞാനും അതിൻ്റെ മുകളിൽ ഒന്ന് കയറി നിന്ന് നോക്കി. നിൽക്കണമെന്നുണ്ട്. സോ ഇവിടെ നടന്ന് ആൾക്കാരെ നേരെ താഴോട്ട് കാണിച്ച് ആൾക്കാർ നേരെ താഴോട്ട് പോകുന്നത്. എനിവേ പിന്നീട് ഞങ്ങൾ കാസ്റ്റിലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കൊക്കെ എത്തി. അവിടെ ഒരു ചെറിയ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ബ്ലാനി സ്റ്റോൺ ഫ്രിഡ്ജ് മാഗ്ന സ്റ്റിക്കറൊക്കെ കിട്ടി. അതും വാങ്ങിച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മിഡീവിയൽ പില്ലറിയിൽ പോയി കുറച്ച് പോസൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്. ഇപ്പോൾ അത് ഭയങ്കര കോമഡി ആണെങ്കിലും പണ്ട് ഇത് അവർ ഉപയോഗിച്ചിരുന്നത് ആൾക്കാരെ ടോർച്ചർ ചെയ്യാനും പണിഷ്മെൻറ്റിനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങളാണെങ്കിൽ ബ്ലാനി സ്റ്റോണൊക്കെ കിസ് ചെയ്ത് കാസ്റ്റിലിൽ നിന്ന് ഇറങ്ങി താഴെ വന്നു. അപ്പോൾ ഇതൊരു ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറേ ഗാർഡൻസും പിന്നെ ഇങ്ങനെ ഇവരിങ്ങനെ വഴി ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് ഇതിനകത്തൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇട്ടൊരു ബിഗ് ട്രീ നമുക്ക് കാണാം. അതിനകത്ത് ക്ലൈംബ് ചെയ്ത് കയറി ഇരിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ കുറേ പേരുണ്ടായിരുന്നെങ്കിൽ എടുത്ത് നോക്കി കയറ്റിയൊക്കെ മണ്ടയിലൊക്കെ വെക്കാമായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ആദ്യമേ തന്ന ബ്രൗഷ്ലെറ്റിനകത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അൺനെസസറി ആയിട്ട് ട്രീസിലോ ഫ്ലവേഴ്സിലോ ഒന്നും ടച്ച് ചെയ്യരുത്, കുറേയൊക്കെ പോയിസണസ് ആണ്. അപ്പോൾ ഇതുണ്ടായിരുന്നില്ല. അതിന് സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നു പറയപ്പെടുന്നു, പക്ഷേ ഇവിടെ ഫുൾ റെയിനാണ്. ഇതാണ് നമ്മുടെ അയർലൻഡിൻ്റെ സമ്മർ സീസൺ. ദെൻ ഇവിടെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ ഇതൊക്കെ കണ്ടോ, അതിനകത്തൊക്കെ കയറി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിലൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അലർജിക്ക് ആകുമോ എന്നുള്ളത്. പറഞ്ഞതിപ്പം നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വന്ന് ഇവിടെയൊക്കെ വന്നിരുന്ന് അതാണ്ട് അവിടെ കുറേ പാർക്ക് ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പം കുട്ടികളെയൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ഉള്ളവർക്ക് കുട്ടികളെയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ സെർവ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ശരിക്കും ഇവിടെ നമുക്ക് എന്താ നമ്മുടെ ലെഷർ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. നേരത്തെ വന്ന് കാസിലൊക്കെ കിസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ സമാധാനപരമായിട്ട് ഇരുന്ന് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. നോക്ക്, ഷെറിനാണ് അങ്ങ് ദൂരെ നടന്നു പോകുന്നത്. ഇത് കണ്ടോ, ഒരു വലിയ ട്രീ ഇവിടെ നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചാറ്റൽ മഴയുണ്ട്. വരുന്നുണ്ട്. അപ്പം അയർലൻഡിലുള്ള മലയാളികളോടെല്ലാം പറയാണ് ബ്ലാനി കാസിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വരണം, ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഞാനിങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞപ്പം അടിപൊളി ഒരു വ്യൂ ആയിരുന്നു എന്നെ വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ നിന്നത്. ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം കേട്ടോ. ആകാശം മുട്ടെ വലിപ്പത്തിൽ പണ്ടേതോ ചിത്രകാരൻ പെൻസിൽ കൊണ്ട് വരച്ചതുപോലെ ഈ ഭീമാകാരം കൊട്ടാരം ശരിക്കും എൻ്റെ കണ്ണിനും മനസ്സിനും കുളിർമയേകി.
അപ്പോൾ ഞാൻ ഈ ബ്ലാനി ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. സോ നല്ല വ്യൂ ആണ്. ഇത് നോക്കിക്കേ, ഈ കൊട്ടാരത്തിനകത്ത് ആക്ച്വലി നമുക്ക് കയറാൻ പറ്റും. ഇത് 2 PM വരെ ഉള്ളൂ അതിൻ്റെ എൻട്രി. ലാസ്റ്റ് എൻട്രി 2 PM ആണ്. ഇപ്പം ഇവിടെ സമയം 5 മണിയായി. അപ്പോൾ ഓൾറെഡി ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇതിനകത്ത് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് €22 പെർ ഹെഡ് കൊടുത്താണ് ഇതിനകത്തേക്ക് കയറിയത്. എഗെയിൻ ഇവിടെയും വന്നിട്ട് ഫീ വരുന്നുണ്ട്. ഈ കൊട്ടാരത്തിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അഡൽസിന് €10, സീനിയേഴ്സ് ഓവർ 65 വരുമ്പോൾ €8, സ്റ്റുഡൻസിനും ചൈൽഡിനൊക്കെ 8-6 റെസ്പെക്റ്റീവ്ലി ആണ് വരുന്നത്. പിന്നെ ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2+2 30. വഴിയിലും കാട്ടിലൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെറുക്കിയെടുക്കുന്ന എനിക്ക് സ്വഭാവമുണ്ട്. ഈ സാധനം കണ്ടിട്ട് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മരത്തെ മൊത്തം ഇങ്ങനത്തെ ഒരു ടൈപ്പ് കായ ഉണ്ടായി നിൽപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ സാധനങ്ങളൊന്നും പറിക്കരുത്, തൊടരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ടച്ച് ചെയ്യുന്നില്ല. ബിക്കോസ് പോയ്സണസ് ഒക്കെ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കറിയില്ലല്ലോ ഇതെന്താ സാധനം എന്ന്. കൊള്ളാം. പിന്നെ ഗൂഗിളിനോട് ചോദിച്ചാൽ വേണേൽ പറഞ്ഞു തരും പോയ്സണസ് ആണോ അല്ലയോ എന്ന്. ഇവർ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഗാർഡനാട്ടോ ഇതിനകത്ത്. കുറേ ഗാർഡൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം കാണുന്നില്ലായിരുന്നു. അതിതാണ് കേട്ടോ, അടിപൊളി ഗാർഡൻസ്, അടിപൊളി വൈബ്. കുറേ ബീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ സോ നമ്മൾ നോക്കിയും കണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ബീസിൻ്റെ ഇതൊക്കെ കിട്ടും. ഞാനൊരു അടിപൊളി എൻട്രിയിലേക്കാണ് പോകുന്നത്. നോക്കിക്കേ, ഫുള്ള് റോസ് ചെടികളാണ് എൻ്റെ അടിയിൽ. ഗൈസ്, ഇതിനകത്ത് ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ സെറ്റ് ചെയ്തേക്കുവാണ്. അതേപോലെ തന്നെ അത് എന്താണ് നല്ല പോലെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഒത്തിരി വെറൈറ്റി പൂക്കളാണ്. ഇത് നോക്ക്, എനിക്ക് തലയ്ക്ക് ചുറ്റും ഫുള്ള് റോസസ് ആട്ടോ. പിങ്ക് റോസസ് മിക്സ്ഡ് വിത്ത് വൈറ്റ്. കൊള്ളാം, ഭയങ്കര രസമുണ്ട്. പിന്നെ ഇത്രയും കളേഴ്സും കാര്യങ്ങളും എല്ലാം കൂടെ കാണുമ്പോഴേ ഭയങ്കര രസം. ഇതിനകത്ത് അതേപോലെ തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്ത ഒരു കോച്ച് ഹൗസ് കഫേ എന്ന് പറയുന്നൊരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം 6 മണി ആയപ്പോഴേക്കും ഇവിടെ ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇത് ഏക്കർ കണക്കിന് സ്ഥലത്ത് വിജനമ്പിച്ച് കിടക്കുന്ന ഒന്നൊന്നര മുതലാണ്. ഏതായാലും ഒരു വിസിറ്റ് കൊണ്ട് കണ്ടു തീരില്ല. ഇനിയും വരണം, എനിക്ക് ആ കൊട്ടാരത്തിലൊക്കെ കയറണം. വേറെയും ഗാർഡൻസും ഹൗസും ഒക്കെ ഉണ്ട്, അതൊക്കെ കാണണം. അപ്പോൾ കൂടുതൽ അയർലാൻഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സൈനിങ് ഓഫ്, ചിനു ഇൻ കോൾവേ.